ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2 മരം വെട്ടുകാരൻ്റെ കഥയാണ്. ഒരു ഗ്രാമത്തിൽ 2 മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അതിൽ ഒരാള് സത്യസന്ധനായിരുന്നു, ഒരെണ്ണം മടിയനായിരുന്നു. ഒരു ദിവസം അവര് ഒരു പുഴേൻ്റെ എടുത്ത് മരം വെട്ടാൻ പോയി. സത്യസന്ധനായ മരം വെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അയാളുടെ കോടാലി താഴെ വീണ്. അപ്പം അയാൾ കരഞ്ഞു, അയ്യോ ഇനി എൻ്റെ കോടാലി എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ വന്നു. എന്നിട്ട് ജലദേവത ചോദിച്ച്, എന്തിനാ നീ അവൻ പറഞ്ഞു, എൻ്റെ കോടാലി പോയി വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പം ഒരു സ്വർണ്ണക്കോടാലി എടുത്തിട്ട് പറഞ്ഞു, ഇതാണോ നിൻ്റെ കോടാലി? അപ്പം അയാൾ പറഞ്ഞു, അല്ല, ഇതെൻ്റെ കോടാലി അല്ല. എന്നിട്ടൊരു വെള്ളിൻ്റെ കോടാലി ജലദേവത എടുത്തോണ്ട് വന്നു. അപ്പം അയാൾ പറഞ്ഞു, ഇതെൻ്റെ കോടാലി അല്ല. എന്നിട്ട് വെട്ടുകാരൻ പറഞ്ഞു, എൻ്റെ കോടാലി ഒരു ഇരുമ്പിൻ്റെ കോടാലിയാണ്. എന്നിട്ട് ജലദേവത ഇരുമ്പിൻ്റെ കോടാലി എടുത്തിട്ട് പറഞ്ഞു, ഇതാണോ നിൻ്റെ കോടാലി? അപ്പം അയാൾ പറഞ്ഞു, ആ, ഇതാണ് എൻ്റെ കോടാലി. സന്തോഷത്തോടെ, നീ സത്യസന്ധനായ കൊണ്ട് നീ ഈ 3 കോടാലി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ജലദേവത അയാൾക്ക് കൊടുത്തു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അയാളുടെ ഭാര്യയോട് പറഞ്ഞിട്ട് മടിയനായ മരം വെട്ടുകാരൻ അവരുടെ വീടിൻ്റെ അടുത്തു കൂടെ പോവുണ്ടായിരുന്നു. അപ്പോൾ ആ മരം വെട്ടുകാരൻ അതൊക്കെ കേട്ടു. എന്നിട്ട് ആ മരം വെട്ടുകാരൻ അടുത്ത ദിവസം സത്യസന്ധനായ മരം വെട്ടുകാരൻ മരം വെട്ടാൻ പോയി കഴിഞ്ഞപ്പോൾ അപ്പം മരം വെട്ടുകാരൻ അയാളുടെ പുറകെ പോയി. മടിയനായ മരം വെട്ടുകാരനും സത്യസന്ധനായ മരം വെട്ടുകാരൻ പോയ സ്ഥലത്ത് മരം വെട്ടുകാരൻ അവൻ്റെ കോടാലി ആ പുഴയ്ക്ക് ഇട്ടു. എന്നിട്ട് അയാൾ കരഞ്ഞു, അയ്യോ ഇനി എൻ്റെ കോടാലി എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ടു. അപ്പം ജലദേവത വന്നു. എന്നിട്ട് ജലദേവത ഒരു ഇരുമ്പിൻ്റെ കോടാലി എടുത്തിട്ട് പറഞ്ഞു, ഇതാണോ നിൻ്റെ കോടാലി എന്ന്. അപ്പം അയാൾ പറഞ്ഞു, അല്ല, ഇതെൻ്റെ കോടാലി അല്ല. എന്നിട്ടൊരു വെള്ളിൻ്റെ കോടാലി എടുത്തോണ്ട് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, അല്ല, എൻ്റെ കോടാലി അല്ല. എന്നിട്ട് ഒരു കോടാലി ജലദേവത കാണിച്ചു. എന്നിട്ട് അയാളിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മടിയനായ മരം വെട്ടുകാരൻ പറഞ്ഞു, ആ, ഇതാണ് എൻ്റെ കോടാലി. അപ്പം ജലദേവതക്ക് ദേഷ്യം വന്ന്. എന്നിട്ട് ജലദേവത പറഞ്ഞു, നീ ഒരു അത്യാഗ്രഹിയും നുണയനുമാണ്. അതുകൊണ്ട് നിനക്ക് ഈ കോടാലികളൊന്നും തരുന്നില്ല. മടിയനായ മരം വെട്ടുകാരൻ വിഷമിച്ച് വീട്ടിൽ പോയി.